നമ്മൾ ഈ അറബിക്കടലിൽ മുങ്ങിയ ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരങ്ങളിൽ അടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്ക് തന്നെ ആദ്യം പോകാം. വിവിധ ഇടങ്ങളിലായിട്ട് 13 കണ്ടെയ്നറുകളാണ് ഇതുവരെ തീരത്തടിഞ്ഞിട്ടുള്ളത്. ആലപ്പുഴ, ചെറിയഴീക്കൽ, നീണ്ടകര, പരിമളം, ശക്തികുളങ്ങര, മദാമത്തോപ്പ് എന്നിവിടങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. ഈ കണ്ടെയ്നറിന് അടുത്ത് നിന്ന് 200 മീറ്റർ അകലം പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതേസമയം ആലപ്പുഴയിലും 2 കണ്ടെയ്നറുകൾ കണ്ടെത്തി. തറയിൽക്കടവ് ഭാഗത്ത് നിന്നാണ് ഈ കണ്ടെയ്നറുകൾ കണ്ടെത്തിയത്. കണ്ടെയ്നറിനുള്ളിലുള്ളത് ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഷമീർ അബ്ദുള്ളും ദേവൻ MP ഉണ്ട്. ഷമീർ, ഇപ്പോഴത്തെ നമ്മളെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ കണ്ടെയ്നറുകൾ കെട്ടി അതിനെ തീരത്തേക്ക് വലിക്കാനുള്ള ശ്രമമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്താണ് അപ്ഡേറ്റ്? വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്. സേതുലക്ഷ്മി, ഈ കണ്ടെയ്നർ അടുത്തേക്ക് ആളുകൾ പോകരുതെന്ന് പറയുമ്പോൾ സ്വയമേ ആളുകൾ ഈ കണ്ടെയ്നർ വലിച്ച് വടംകയറൊക്കെ വലിച്ചുപയോഗിച്ച് കരയിലേക്ക് നീക്കുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ചവറ പരിമണത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. പോലീസിന്റെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് നാട്ടുകാർ തന്നെ, തീരദേശവാസികൾ തന്നെ കണ്ടെയ്നർ വലിച്ച് കരയിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ആ കാണുന്ന ദൃശ്യങ്ങൾ. അങ്ങനെ ഈ സുരക്ഷാ മുന്നറിയിപ്പുകൾ ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി ഏതാണ്ട് 200 മീറ്റർ ചുറ്റളവിൽ ഈ കണ്ടെയ്നറിന് അടുത്തേക്ക് ആളുകൾ പോകരുത് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അതിന് അടുത്തേക്ക് എത്തി കണ്ടെയ്നറുകൾ വലിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ വരെ നൽകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ കണ്ടെയ്നറുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13 കണ്ടെയ്നറുകളിലാണ് ഈ കെമിക്കൽസ് ഉള്ളത്. അതിൽ ഏത് കണ്ടെയ്നറിലാണ് ഇത്തരത്തിൽ കെമിക്കൽസ് ഉള്ളത്, അല്ലെങ്കിൽ കണ്ടെയ്നറിൽ അപകടകരമായ സാധനങ്ങൾ ഉള്ളത് എന്ന് അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആരും തന്നെ കണ്ടെയ്നറിന്റെ അടുത്തേക്ക് പോകരുത്. പല കണ്ടെയ്നറുകളും പൊട്ടിയാണ്, ഡോറുകൾ പൊട്ടി വരുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പലരും കൂടുതലായി കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശക്തികുളങ്ങര ഹാർബറിനോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ ഒരു കണ്ടെയ്നർ വരുന്നു. ഇത്രയും നേരം നമ്മൾ കണ്ട കണ്ടെയ്നറുകളെല്ലാം തന്നെ റെഫ്രിജറേറ്റഡ് മോഡൽ കൂളിംഗ് സംവിധാനമുള്ള കണ്ടെയ്നറുകളാണ്. ഇപ്പോൾ കാണുന്ന കണ്ടെയ്നർ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന കണ്ടെയ്നർ ഏതാണ്ട് ഭാരമുള്ള ചുവന്ന നിറത്തിലുള്ള ഒരു കണ്ടെയ്നർ. നേരത്തെ അങ്ങ് ഉള്ളിലുണ്ടായിരുന്ന ഈ കണ്ടെയ്നർ ഇപ്പോൾ ശക്തികുളങ്ങര ഹാർബറിനോടടുത്ത തീരത്തേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിറയെ വസ്തുവകകളുണ്ട്. അതിൻ്റെ വാതിലൊന്നും തന്നെ ഓപ്പൺ ആയിട്ടില്ല. അത്തരത്തിലാണ് അത് ഇങ്ങോട്ട് അടുക്കുന്നത്, ഈ ഭാഗത്തേക്ക് അടുക്കുന്നത്. ഇവിടുത്തെ ആളുകളൊന്നും തന്നെ ഇപ്പോഴില്ല. ഇനി കൂടുതൽ ആളുകൾ ഈ സ്ഥലത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ കാണുന്നതാണ്, ആ ദൃശ്യങ്ങൾ കാണുന്ന കണ്ടെയ്നറാണ് തീരത്തേക്ക് അടുത്തേക്ക് വരുന്നത്. ഇവിടെ കുറച്ച് മുമ്പ് ഓയിൽ നിറഞ്ഞ ഒരു ബാരൽ ഇവിടെ വന്നിരുന്നു, തിര അടിച്ചു കൊണ്ടുവന്നിരുന്നു. പിന്നീട് നമുക്ക് ഉൾക്കടലിൽ കാണാൻ കഴിയുന്ന മറ്റൊരു ദൃശ്യം, ഈ കപ്പലിൽ നിന്ന് പോയ കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടുകൾ ഈ കടലിൽ ഒഴുകി നടക്കുന്ന ദൃശ്യങ്ങൾ ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. അത് കുറച്ചകലെയായി ചുവന്ന നിറത്തിൽ നമുക്കത് കാണാൻ കഴിയും. വിജീഷ്, അത് കുറച്ച് നമ്മുടെ ക്യാമറമാൻ കുറച്ചുകൂടെ അത് സൂം ചെയ്ത് കാണിക്കും. ആ കപ്പൽ ഒഴുകി, അതും ഈ ഭാഗത്തെ ഈ തീരത്തേക്ക് ഒഴുകി വരുന്നു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം. ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 15 കണ്ടെയ്നറുകൾ ഉണ്ട്. അതിൽ ഒരു കണ്ടെയ്നറിന് മുകളിൽ മറ്റൊരു കണ്ടെയ്നർ ലോക്ക് ചെയ്ത നിലയിലാണ് കാണപ്പെട്ടത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് ഇപ്പോഴും നമ്മൾ ആവർത്തിക്കുന്നു, 200 മീറ്റർ ചുറ്റളവിൽ ആളുകൾ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. ഇനിയും ആളുകൾ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. പരിമണം പോലുള്ള സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നത് മറ്റ് സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ നൽകുകയാണ്. അത്രത്തോളം പ്രശ്നങ്ങളുള്ള കണ്ടെയ്നറുകൾ വരാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ അവസരത്തിൽ നമ്മളിത് പറയുന്നത്. എന്തായാലും ഈ കണ്ടെയ്നറുകൾ തുറന്ന് പരിശോധിക്കേണ്ടത് കെമിക്കൽ ലാബോറട്ടറി അതോറിറ്റി അധികൃതരാണ്. അതുപോലെ തന്നെ കൂടുതൽ കണ്ടെയ്നറുകൾ കൂടുതൽ ഭാഗത്തേക്ക് കരയ്ക്കടിയുന്നു, കൂടുതൽ കണ്ടെയ്നറുകൾ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാണാം. അതിലിപ്പോൾ ഷമീർ പറഞ്ഞതുപോലെ തന്നെ ചിലതൊക്കെ ഭാരമേറിയ കണ്ടെയ്നറുകളാണ്. തുറന്നവയ്ക്കുള്ളിൽ അതിപ്പോൾ ഒരു ഡോർ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെത്തി അകം തുറന്ന് പരിശോധിക്കണം.